ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു വണ്ടി സർവീസിനായിട്ട് തന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് വണ്ടിയിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ കസ്റ്റമർ എഞ്ചിൻ പണിയാണെന്നുള്ള രീതിയിലാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി ഫുള്ളായിട്ട് പണിയേണ്ടി വരും. അപ്പോൾ വണ്ടി നിന്നിട്ട് പണിയാന്നുള്ള രീതിയിലാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിൽ സർവീസിനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ സൗണ്ടുകളും ക്രാങ്കിൻ്റെ ആവണമെന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ അത് ടാപ്പറ്റിൻ്റെ സൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ക്ലച്ചിൻ്റെ സൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ടൈമിങ്ങിൻ്റെ സൗണ്ട് ആയിരിക്കാം. അപ്പോൾ ചെറിയ ചെറിയ സൗണ്ടുകളായി നമ്മളത് മൈൻഡ് ചെയ്ത് വിടുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ടാപ്പറ്റിൻ്റെ ആണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ടാപ്പറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എത്രയാണ് അതിൻ്റെ പ്ലേ വെക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ ബോക്സ് അഴിച്ച് മാറ്റേണ്ടവർക്ക് അഴിച്ച് മാറ്റാം. ഇല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു വാൾ കവർ അഴിക്കണം, അതുപോലെ തന്നെ ഈ ഒരു മാറ്റിൻ്റെ ഒരു ഔട്ടർ കവർ അഴിക്കണം, അതുപോലെ തന്നെ ഈ ടൈമിംഗ് വീലിരിക്കുന്ന ഈ ഒരു ഭാഗം കൂടെ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടാപ്പറ്റിൻ്റെ ക്ലിയറൻസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ രണ്ട് വാൾ കവറുകളും അതുപോലെ തന്നെ ഈ ഒരു മാഗ്നറ്റിൻ്റെ ഒരു ഔട്ടർ കേസും കൂടെ നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടാപ്പറ്റ് ക്ലിയറൻസ് ചെക്ക് ചെയ്യേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിൽ ഈ ഒരു ടീ മാർക്കും അതുപോലെ തന്നെ ഈ ബോഡിയിലൊരു പോയിൻറ്റും അത് നേരെ ആയിരിക്കണം. അതുപോലെ തന്നെ ടൈമിംഗ് വീലിൽ ഈ ഒരു പോയിൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു മാർക്കുണ്ട്, അതും പാരലായിട്ട് വരുന്ന പൊസിഷനിലാണ് നമ്മൾ ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. മുകളിലുള്ളത് ഇൻലെറ്റ് വാൽവും അതുപോലെ തന്നെ താഴെയുള്ളത് എക്സോസ്റ്റ് വാൽവുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്ലേ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇൻലെറ്റ് വാൽവിൻ്റെ ഈ ഒരു ടാപ്പറ്റിന് വലിയ പ്ലേ ഒന്നുമില്ല, പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഗ്യാപ്പാണോ ഫിക്സ് ചെയ്തതെന്ന് നമ്മൾക്ക് അറിയില്ല. എക്സോസ്റ്റിൽ വരുന്ന ടാപ്പറ്റാണ്. അപ്പോൾ നിലവിൽ അതിൽ പ്ലേ ഉണ്ട്, സൗണ്ട് ഉണ്ട്. ഇതാണ് ഫീലർ ഗേജ്. അപ്പോൾ ഈ ഒരു ഫീലർ ഗേജിൻ്റെ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടാപ്പറ്റിൻ്റെ ഗ്യാപ്പ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ ഇൻലെറ്റും അതുപോലെ തന്നെ എക്സോസ്റ്റും 0.5 mm ആണ് അതിൻ്റെ ഗ്യാപ്പ് കമ്പനി പറയണത്. അപ്പോൾ ഈ ഒരു ലീഫ് വെച്ചിട്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ടാപ്പറ്റ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു 9ൻ്റെ നെട്ട് വരുന്നുണ്ട്. നെട്ട് ലൂസ് ചെയ്യുക, ഫീലർ ഗേജ് ഉള്ളിൽ വയ്ക്കുക, ഇത് ടൈറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള അളവ് ഫിക്സ് ചെയ്യുക. പിന്നീട് ഈ ഒരു 9ൻ്റെ നെട്ട് ടൈറ്റ് ചെയ്യുക. എത്രയാണ് വർക്ക് ചെയ്യാനുള്ളത്. ടാപ്പറ്റ് നമ്മൾ പ്രോപ്പറായിട്ടൊരു അളവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വാൾ കവർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈ ഒരു ടാപ്പറ്റിനൊരു പ്ലേ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു പ്ലേ ഉണ്ടായിരിക്കണം. ഇല്ലയെന്ന് പറഞ്ഞാൽ ഓവർ ടൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ളൊരു കാരണം. അപ്പോൾ ആ ഒരു പ്ലേ ഒരു ഫ്രീ പ്ലേ നമ്മൾ ചെക്ക് ചെയ്യുക. ശേഷം നമ്മൾ ബാക്കി അഴിച്ച സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാപ്പറ്റ് കവർ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഓടി ഹീറ്റായി ഒരു ഓറിങ്ങൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ഓറിങ് മസ്റ്റായിട്ട് മാറ്റുക, ഇല്ലെങ്കിൽ പേസ്റ്റ് ഇട്ട ശേഷം ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോപ്പർ അല്ലാത്ത ഈ ഒരു ടാപ്പറ്റ് ക്ലിയറൻസ് കാരണം ടേക്ക് സ്ട്രോക്കിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ കത്തിയ വാതകം പുറത്ത് പൂർണ്ണമായിട്ടും പോകാത്തൊരവസ്ഥയൊക്കെ ഈ ഒരു ടാപ്പറ്റ് ക്ലിയറൻസ് കുറവായാലോ അല്ലെങ്കിൽ കൂടുതലായാലോ വരാനുള്ള ചാൻസ്. തന്നെ എൻജിന് കൂടുതൽ വൈബ്രേഷനും അതുപോലെ തന്നെ എൻജിന് ടെമ്പറേച്ചർ വ്യത്യാസം വരിക, അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ വണ്ടിക്ക് കാണിക്കാനായിട്ട് തുടങ്ങും. ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടി ആ ഒരു കംപ്ലൈൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ഫണ്ടിൽ തീരുന്ന പ്രശ്നങ്ങൾ ചെറിയ ഫണ്ടിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളത് ക്ലിയർ ചെയ്ത് ഓടുമ്പോഴാണ് നമുക്ക് പിന്നെ 1000-ങ്ങളും 10,000-ങ്ങളും വേണ്ടി വരുന്നത്.
അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ ചെക്ക് ചെയ്ത് റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.